ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു അധ്യായം തുടങ്ങാൻ പോകുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം അടഞ്ഞിരുന്ന ആ ഒരു ഭാഗ്യം തുറക്കാൻ പോകുകയാണ് ആ ഒരു അധ്യായത്തിൽ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മിക്ക സമയവും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനമാണ് എപ്പോഴും പാഴായി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം പാഴായി പോകുന്ന ഇവിടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ എത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നതായിട്ട്. മുന്നത്തെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനം എന്താണോ അത് പാഴായി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ. ഇവിടെ ഇപ്പോൾ 888 888 ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കണം. അതായത് നിങ്ങൾ എന്താണോ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകെ പോകെ കിട്ടുന്നതാണ് എന്നതാണ് ഈ ഒരു 88 നമ്പർ കാണുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലോ എന്ത് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഇനി പാഴായി പോവത്തില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടുതലായിട്ട് ലഭിക്കുകയേ ഉള്ളൂ. പാഴായി പോവാതെ ഇനിയും കുറച്ചും കൂടെ നല്ലതായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ആ ഒരു ഫലം. പിന്നെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. കഠിനാധ്വാനം ഒരിക്കലും നിർത്താതെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഇന്ന് അതിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇനി പോകുന്ന സമയം ഫ്യൂച്ചറിൽ അതിൻ്റെ ലാഭം ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണോ വർക്ക് അതിൻ്റെ ലാഭം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ എന്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് നല്ലതായിട്ട് ചെയ്യുക, കൂടുതൽ നല്ലതായിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫലം വരാൻ പോകുന്ന സമയം ഭയങ്കരമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും പാഴായി പോകത്തില്ല. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ നല്ല രീതിയിൽ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അബണ്ടൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ആ ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജോബ് ഇല്ലെങ്കിൽ ജോബ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു 8 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം മാറുന്നതായിട്ട്, അത് ജോബിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ 8 ദിവസത്തിനുള്ളിൽ ഒരു ജോബ് ലഭിക്കുന്നതായിട്ട്. ചില ആൾക്കാർക്ക് 8 ആഴ്ചയാകും എന്നാണ് കാണാൻ സാധിക്കുന്ന ഒരു ജോലി ലഭിക്കാൻ. അതായത് പുറത്തോട്ടൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് ജോലി ശ്രമിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ പെട്ടെന്ന് ഒരു ജോലി കിട്ടണമെന്നില്ലല്ലോ. അതിൻ്റേതായ കാലതാമസം വരത്തില്ലേ. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ലീഗൽ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട്, അതിന് പെട്ടെന്നൊരു പരിഹാരം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ട് പെടുത്തി കാണും. അതായത് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ അവർക്കറിയാമായിരുന്നു നിങ്ങൾ അതിൽ വീണ് പോയാൽ പിന്നെ പാടാണ്, സ്റ്റക്ക് സിറ്റുവേഷൻ ആയി പോകുന്നു. അങ്ങനെ ആരോ നിങ്ങളെ ഏതെങ്കിലും ഒരു മോശം രീതിയിൽ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ട് പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ നമ്മളെ മനഃപൂർവ്വം അറിഞ്ഞു വെച്ചുകൊണ്ട് ചതിക്കത്തില്ല. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന രീതിയിൽ പൈസ അവിടെ ഇട്, ആ പൈസ നമുക്ക് കൂടുതലായിട്ട് ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പൈസ ഇടും. പിന്നെയാണ് നമുക്കറിയുന്നത് അവർ നമ്മളെ ചതിച്ചതാണ് എന്ന്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇല്ല എങ്കിലോ ആരെങ്കിലും വല്ല കേസിലും കൊണ്ട് നിങ്ങളെ കൊണ്ട് പെടുത്തി നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നിങ്ങളെ ചതിച്ച രീതിയിലുള്ള കാര്യങ്ങൾ അതിലൊന്നും ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ എന്ത് പ്രശ്നത്തിലാണോ നിങ്ങൾ അകപ്പെട്ടു പോയത് അല്ലെങ്കിലും അകപ്പെടുത്തിയത് അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി. ഇത് നിയർലി എന്തോ വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ ഒരു പുതിയ അധ്യായം തന്നെ ഇങ്ങനെയാണ്. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ആ ഒരു ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്നു. ആ രീതിയിലുള്ള ഒരു അധ്യായമാണ് ഈ ഒരു തുറക്കാൻ പോകുന്ന ആ ഒരു അധ്യായം. ആ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് ഇനി വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു. പെട്ടെന്നൊരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നിയർ അപ്പോൾ നിങ്ങൾ 888, 88, 55, 555 ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളുടെ വർക്ക് എന്താണോ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. വരാൻ പോകുന്ന സമയം ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. എനിക്കറിയാം, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. വീണ്ടും വീണ്ടും പരാജയങ്ങൾ നേരിടുന്നു. പിന്നെ എൻ്റെ ആ ഒരു റീഡിങ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി തരുന്നു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക, സംഘർഷങ്ങൾ എത്ര തന്നെ കൂടുതലായാലും നിങ്ങളുടെ ആ ഒരു സംഘർഷത്തിനുള്ള ആ ഒരു ഫലം, എന്തൊക്കെ സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാമുള്ള ഫലം നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് കഠിനാധ്വാനമാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവമേ എത്ര പെട്ടെന്ന് എനിക്ക് ഇത്രയും നല്ല ഒരു ഇത് ലഭിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ മുന്നേ കഠിനാധ്വാനം ചെയ്തു, അതിൻ്റെ ആ ഒരു ഫലമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന്. അങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും പറയും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ സാഹചര്യം മാറും. ഇവിടെ നിങ്ങൾക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്നെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഉറപ്പാണത്. ചില ആൾക്കാർക്ക് വിദേശത്തുനിന്ന് പൈസ കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യം ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിദേശത്തുനിന്ന് വരുന്ന ആ ഒരു പൈസ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് സഡനായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ജോലി ട്രാവൽ ചെയ്യുന്ന ജോലിയാണ്, അതിലും ഒരു ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾക്ക്. എവിടെയാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ചിന്താമുക്തരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ. ഇനി നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലുള്ള ആ ഒരു വിശേഷ പരിവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏതു ജോലിയിലാണോ കൈവയ്ക്കുന്നത് അതിലൊരു ഗ്രോത്ത്, വിശേഷമായിട്ടുള്ളൊരു പരിവർത്തനം നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. എന്തിൽ നിങ്ങൾ കൈവച്ചാലും അവിടെ ഒരു സക്സസ് നിങ്ങൾ കൊണ്ടുവരും. അതിനുവേണ്ടി എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യാലും നിങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇവിടെ ധനത്തിന് വേണ്ടി സ്വയം നിങ്ങളെ ദൈവം തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒരാൾ പരിശ്രമിച്ചാലേ നിങ്ങൾക്ക് ധനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ദൈവം നിങ്ങളെ തയ്യാറാക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ദൈവം വളരെയധികം കൂട്ടുകയാണ്. നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ ഒരു ചേഞ്ചസ് ദൈവം കൊണ്ടുവരികയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ഇങ്ങനെയാക്കും ദൈവം. അതായത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. അതായത് മുന്നേക്കത്തെ ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു, തടസ്സം നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഒരു തടസ്സവും ഉണ്ടാവത്തില്ല. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് വരും. ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റും ദൈവം നിങ്ങളെ. അപ്പോൾ നിങ്ങളൊരു മണി മാഗ്നറ്റായിട്ട് മാറും. അങ്ങനെ ഒരു വ്യക്തിത്വമാക്കി മാറ്റും ദൈവം നിങ്ങളെ. ഇവിടെ 7 നമ്പറാണ് നിങ്ങളെ ഈ ഒരു രീതിയിൽ മാറ്റാൻ പോകുന്നത്. കാരണം മണി മാഗ്നറ്റായിട്ട് 7 നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൂലാങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിലാണ് ജനിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു 7 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുകയാണ് എന്ന്. ഒരു ലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, അനുഗ്രഹം വന്നാൽ പിന്നെ നിങ്ങളുടെ സുഖ സൗകര്യം വർദ്ധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു പഴയ അവസ്ഥയിൽ നിന്ന് നല്ല ഒരു സുഖമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറും നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ചെറുതായിട്ടാണെങ്കിലും സൗകര്യം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു മണി മാഗ്നറ്റായി മാറുകയും ചെയ്യും.
അതാണ് ഞാൻ എപ്പോഴും പറയുന്ന, നമ്മുടെ കഠിനാധ്വാനം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് നമ്മുടെ ആ ഒരു വാതിൽ തുറക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെ ഒത്തിരി ബേഡ്സിൻ്റെ ആ ഒരു കൂട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ബേഡ്സ് നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടെ പറന്നു പോകുന്നുണ്ടല്ലോ. അതൊക്കെ നല്ല ഒരു കാര്യമാണ്. അതായത് ഒത്തിരി ബേഡ്സ് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് പറന്നു പോകത്തില്ലേ, അതൊക്കെ നല്ല ഒരു സൂചനയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ അപ്പോൾ ചിന്തിച്ച് പേടിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതായിട്ട് തന്നെ വരും. മോശമായിട്ട് ഒരിക്കലും സംഭവിക്കത്തില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് പ്രശ്നങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. അതും ഈ ഒരു ബേഡ്സിനെ കാണുന്നതുകൊണ്ട് സൂചിപ്പിക്കുക. ഇവിടെ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു, പരിഹാരം കിട്ടാതെ. ആ ഒരു കാര്യത്തിന് പരിഹാരം ലഭിക്കുന്നു. അപ്പോൾ സെലിബ്രേഷന് തയ്യാറാകുന്നു നിങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു ട്രാൻസ്ഫർമേഷനോട് കൂടി ഒരു നല്ല ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ എന്തോ ഒരു ആഘോഷത്തിന് നിങ്ങൾ ആകുന്നു, അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കുന്നതായിട്ട് അതൊക്കെ കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ടാണ് വരുന്നത്. മോശം രീതിയിലുള്ള സെലിബ്രേഷനാണ്, നല്ല സെലിബ്രേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥിരതയും ഇത്രയും നാളില്ലായിരുന്നു, പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥിരത വരും. ഇവിടെ എനിക്ക് വീണ്ടും വീണ്ടും ബേഡ്സിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബേഡ്സിനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ വീടിന് പുറത്ത് ബേഡ്സ് വരുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പുറത്ത് നോക്കുമ്പോൾ ബേഡ്സ് വന്നിരിക്കുന്നതായിട്ട്, എന്തോ ബേഡ്സിൻ്റെ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല സന്തോഷകരമായിട്ട് മാറാൻ പോവുകയാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എന്ന്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ചിന്തയാണ്. ആ ഒരു ചിന്ത മാറ്റാനാണ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ദൈവം പറയുന്നത്. കാരണം ചില ആൾക്കാർക്ക് ഒരു ലിമിറ്റിന് പുറത്ത് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയം നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഒരു സിറ്റുവേഷന്. ആ ഒരു സിറ്റുവേഷന് അത്ര തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് പേടിക്കുന്നു. അത് വേണ്ട എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ പേടിക്കുന്നത്, ചിലപ്പോൾ അത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, പക്ഷേ ഇപ്പോഴേ നിങ്ങൾ പേടിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് സിറ്റുവേഷനാണോ പേടിക്കുന്ന, ആ ഒരു സിറ്റുവേഷൻ ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാവത്തില്ല. അവിടെ നിങ്ങൾക്ക് മറിച്ച് ലാഭമായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് വിഷമിക്കരുത്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. ചില ആൾക്കാർക്ക് കരിയർ റിലേറ്റഡ് ആയിട്ട് ജോബ് ലഭിക്കുന്നില്ല. അവർക്ക് ജോബ് അല്ലെങ്കിൽ നല്ലതായിട്ടല്ല പോകുന്നത്, ഇല്ലെങ്കിൽ നല്ലതായിട്ട് പോകുന്ന ജോബ് ഭാവിയിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവോ, നിങ്ങളുടെ ജോബ് നിങ്ങളെ കയ്യിൽ നിന്ന് പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നിങ്ങൾ. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെ കുറയ്ക്കും ദൈവം. മുന്നേത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ ആയിരിക്കത്തില്ല. സ്വയം നിങ്ങൾ തന്നെ നിങ്ങളുടെ നല്ല ഒരു മിത്രമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ നല്ല നല്ല മിത്രങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹസികത നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സ്ഥിരത ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ തുടങ്ങുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പുതിയ അധ്യായത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ചേഞ്ചസ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി ആദ്യമേ തീരുമാനിച്ച് വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ജോലി തുടങ്ങാമെന്നാണ് ഈശ്വരൻ പറയുന്നത്. കാരണം ആ ഒരു ജോലിയിൽ 100% നിങ്ങൾക്ക് സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ട് കളയുക. നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഏകാഗ്രത ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഏകാഗ്രത ഇല്ലാതാവുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് കുറച്ച് സമയം ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, മന്ത്രം കേൾക്കാൻ ഇഷ്ടം, ആ ഒരു മന്ത്രം കേൾക്കുക ശാന്തമായിട്ടിരുന്ന്, അല്ലെങ്കിൽ ഓം മന്ത്രം ഉച്ചരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഏകാഗ്രത കിട്ടിയെന്ന് മനസ്സിലാകുന്ന അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. കൂടുതലായിട്ടും വൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക.
ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണോ ഏകാഗ്രത ഒട്ടും തന്നെ കിട്ടാതാവുന്നത്, അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ഏത് കളറിലുള്ള വസ്ത്രമാണ് ഇട്ടയ്ക്കുന്നത് എന്ന്. എന്നിട്ട് നിങ്ങൾ പിന്നെ ആ നിറത്തിലുള്ള വസ്ത്രം യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്നിട്ട് വൈറ്റ് കളറോ ലൈറ്റ് കളറോ യൂസ് ചെയ്യാൻ തുടങ്ങുക. ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഈ ഒരു കളർ നിങ്ങൾ ധരിക്കുന്നത് കൂടുതലായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ഈ ഒരു വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള കോൺസെൻട്രേഷനും കൂടെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വസ്ത്രം ധരിക്കുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു കളറായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന. കാറിൻ്റെ നിറവും അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിച്ചിരിക്കുന്ന ഈ ഒരു നിറമായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് ശാന്തമായിട്ട് ദൈവത്തിനോട് പറയുക, ഞാൻ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എൻ്റെ ആ ഒരു ഊർജ്ജത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല, എൻ്റെ ഊർജ്ജം എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് ദൈവത്തിനോട് പറയുക. കൂടാതെ നിങ്ങൾ കൺഫ്യൂഷൻ ആവാനും പാടില്ല, ഓവർ തിങ്കിങ് ചെയ്യാനും പാടില്ല എന്നും ദൈവത്തിനോട് പറയണം. കാരണം ഇങ്ങനെയുള്ള കളർ ചുമ്മാ നിങ്ങൾ കാണുന്നത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ഓവർ തിങ്കിങ് വരുന്നു. വീട്ടിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പുറത്ത് പോയാലും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു നെഗറ്റീവ് പ്രഭാവം കാരണം. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ ശാന്തമായിട്ട് ദൈവത്തിനോട് ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ കൂടുന്നു. ആ ഒരു പ്രൊട്ടക്ഷൻ കൂടുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇന്നർ പീസ് ഇല്ല. നിങ്ങൾ എത്രത്തോളം പുറമേ കാണിക്കുന്നു, നിങ്ങൾ ചിരിച്ച് സംസാരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു അശാന്തിയാണ്, സമാധാനമില്ല നിങ്ങൾക്ക്. ഇവിടെ എന്തോ ഒരു മാറ്റർ ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു മാറ്റർ ഒന്ന് റെഡി ആയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനം വരത്തുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തോ ഒരു തീനാളം, ഒരു അഗ്നി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു തീനാളം. ഈ ഒരു തീനാളം അണയണമെങ്കിൽ ആ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലൊരു ന്യായമാണ്. അങ്ങനെ ഒരു ന്യായം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുറിവ് ഉറപ്പായിട്ട് ഉണങ്ങുന്നതാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്ന്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന നല്ലത് മാത്രം ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ഏത് മോശം സാഹചര്യമായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സമയം ദൈവം ആരെയെങ്കിലും പറഞ്ഞു വിടും. ആ ഒരു സമയം അവർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ ഒരു സമയം ദൈവം അവരെ അവിടെ എത്തിക്കുക. അങ്ങനെ അവരുടെ ആ ഒരു സപ്പോർട്ടോടെ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കും. ആ ഒരു രീതി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വരാൻ പോകുന്ന സമയം. മുന്നേറ്റ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ, ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പോലും അവർ എന്തെങ്കിലും രീതിയിൽ തടസ്സം സൃഷ്ടിച്ച് ഇല്ലാതാക്കും. പക്ഷേ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ജോലി നടക്കാൻ വേണ്ടി ആൾക്കാർ സപ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രകൃതി ആഗ്രഹിക്കുന്നത് എന്ത് മോശം സാഹചര്യമാണെങ്കിലും അവിടെ നിങ്ങൾ വിജയിക്കണം. ആ ഒരു കാര്യമാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതിലൊരു പരിഹാരം ലഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനസികമായിട്ട് ശാന്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാനസിക ശാന്തി ലഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു വച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആത്മീയ ശാന്തി ലഭിക്കാൻ പോകുമ്പോൾ കർമ്മത്തിൻ്റെ ആ ഒരു കാര്യം കൂടുതലായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. കർമ്മത്തിൻ്റെ ആ ഒരു ബലം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമേജ് ത്രൂ നിങ്ങളുടെ മുന്നിൽ വരും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ന്യായവും അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ ഇരട്ടിയാക്കുന്ന രീതിയിലുള്ള ന്യായം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിയർ നല്ലതായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് പല റീഡിങ്ങിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ അടുത്തായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു കാര്യം ഉണ്ടാവാൻ പോകുകയാണ് എന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പില്ല, അപ്പോൾ നിങ്ങളുടെ കൂടെ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇവിടെ നിയറായിട്ട് ആരൊക്കെയാണോ തെറ്റ് ചെയ്യുന്നത് അവരുടെ കൂടെ തെറ്റും, ആരൊക്കെയാണോ നല്ലത് ചെയ്യുന്നത് അവരുടെ നല്ലതുമാണ് സംഭവിക്കാൻ പോകുന്നത്. ആരെങ്കിലും ശത്രുവായിട്ട് നിങ്ങളെ കണ്ട് അവർ നിങ്ങൾക്കെതിരെ പല ഷഡ്യന്ത്രങ്ങളും രചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിനും വ്യവസ്ഥയില്ലാത്തത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. ഞാൻ അത് എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ കൊണ്ടുപോകും, അതെങ്ങനെ കൊണ്ടുപോകും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു.
പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യവസ്ഥ വരുന്നതാണ്, ഒരു അലൈൻമെൻറ്റ് വരുന്നതാണ്, ഒരു ബാലൻസ് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില സ്ഥിതികൾ നിങ്ങളുടെ ആ ഒരു ലിമിറ്റിന് പുറത്തു പോയി, ചില സ്ഥിതികൾ ഇപ്പോഴും നിങ്ങളുടെ ലിമിറ്റിന് അകത്താണ്. അപ്പോൾ ഏത് സ്ഥിതിയാണോ നിങ്ങളുടെ ലിമിറ്റിന് പുറത്തായിട്ടുള്ളത്, ആ ഒരു സ്ഥിതിയെ ഈശ്വരന് മുമ്പിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ. അതാണ് ഒരു ഉത്തമമായിട്ടുള്ള മാർഗം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അലൈൻമെൻറ്റ് വരും, നിങ്ങളുടെ ആ ഒരു സ്ഥിതി നിങ്ങളുടെ കൺട്രോളിൽ വരും. ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സാഹസികത കൂടിയിട്ടുണ്ട്. ഈ ഒരു സാഹസികത ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സാഹചര്യം എന്ത് തന്നെ മോശമായാലും ആ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, ഫീലാകുന്നു നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിയർ ഫ്യൂച്ചറിൽ ആ ഒരു മോശം സാഹചര്യത്തിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക. ഇവിടെ സ്വയം നിങ്ങൾ നിങ്ങളെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട നിലയിലാക്കി വച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ബൗണ്ടറീസിനെ എല്ലാം പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഉചിതമായിട്ടുള്ള ആ ഒരു ലാഭം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ക്യാഷ് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് ഒത്തിരി വരുന്നതാണ്. ഇനി എന്ത് മോശം സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിനെ ഫൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ഫേവറിലാക്കേണ്ടത് എന്ന്. ആ ഒരു പ്രശ്നത്തെ കണ്ട് പേടിച്ച് മാറി പോകത്തില്ല നിങ്ങൾ. ഒരു മെച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തി എപ്പോഴും മോശം സിറ്റുവേഷനിൽ മൗനമായിട്ടിരിക്കും. അവർക്ക് പ്രതികരിക്കേണ്ട ആ ഒരു സ്ഥലത്ത് മാത്രമേ അവർ പ്രതികരിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് അവർ പ്രതികരിക്കാതെ മൗനമായിട്ടിരിക്കും. അപ്പോൾ ഇത് തൊട്ട് നിങ്ങളിലും ആ ഒരു സ്വഭാവം ക്രിയേറ്റ് ആകുന്നതാണ്. ഇനി ആര് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്താലും ഫൊർഗീവ്നെസ്സിൻ്റെ ഭാവത്തിൽ വരിക, ക്ഷമിക്കുക നിങ്ങൾ. അല്ലാതെ അവരെ തിരിച്ച് അതേ തെറ്റ് ചെയ്യണം, അവരോട് വാശിയും വൈരാഗ്യവും അതൊന്നും വേണ്ട. പിന്നെ മറ്റുള്ള ലൈഫും നിങ്ങളുടെ ലൈഫും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ എനിക്കറിയാം ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പാസ്റ്റിലെ കാര്യങ്ങളാണ്, അങ്ങ് ദൂരത്തിലുള്ള കാര്യങ്ങൾ പോലും നിങ്ങളിപ്പോൾ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും. ചില വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആ വ്യക്തി പാസ്റ്റിൽ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ മുഖം ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ദേഷ്യമുണ്ട്, കാരണം അത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് പാസ്റ്റിലെ ആ ഒരു ചിന്തയിലാണ് എങ്കിൽ അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഫൊർഗീവ്നെസ്സിൻ്റെ ആ ഒരു മാർഗത്തിൽ വരിക. ആരെന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾ അവരോടെല്ലാം ക്ഷമിക്കുക. ഇവിടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ശബ്ദം നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. നമ്മുടെ ശത്രു ആയിക്കൊള്ളട്ടെ, വയസ്സിന് മൂത്ത ആളായിക്കൊള്ളട്ടെ, വയസ്സിന് ചെറിയ ആളായിക്കൊള്ളട്ടെ, നമ്മൾ അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര തന്നെ വലിയ ശത്രു ആയിക്കൊള്ളട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് അവരോട് ഒരിക്കലും തെറ്റാവാൻ പാടില്ല. നമ്മുടെ ശത്രുക്കളുടെ മേൽ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വയ്ക്കണം. അവർ നമ്മുടെ ബൗണ്ടറിയിൽ അകത്ത് വരാനും പാടില്ല, നമ്മൾ അങ്ങോട്ട് അവരുടെ ബൗണ്ടറിയിലും പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും വയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് തെറ്റായ രീതിയിൽ പെരുമാറുകയോ തെറ്റായ വാക്കുകൾ പറയുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ലൈഫിൽ പ്രയോഗിക്കുക. അതായത് ആ ഒരു ആധാരത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതായത് ആ ഒരു ആധാരത്തിൽ നിങ്ങളുടെ ലൈഫ് മാറ്റുമ്പോൾ ഒത്തിരി പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകും. എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. കൂടാതെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ ആർക്കും നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനൊരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പോഴും നിങ്ങളെ ആരും ഇഗ്നോർ ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോയി അവരോട് സംസാരിക്കുക. അങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം, നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് നേടിത്തരും, ഒരു റെസ്പെക്റ്റ് നേടിത്തരും.
ഇവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ലൈഫിൽ എന്തോ ചെയ്ത് കാണിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവർ പേടിച്ച് മാറി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ ചെയ്ത് കാണിക്കുന്നു, മറ്റുള്ളവരെ കൊണ്ട് പറയുന്നു ഇവർക്കിത് ചെയ്യാൻ സാധിച്ചോ എന്ന്. അങ്ങനെ എന്തോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അവസരങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഏത് അവസരമാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് അത് നിങ്ങൾ ലൈഫിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ ആ ഒരു കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവസരങ്ങൾ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് കൃഷ്ണപക്ഷത്തിലായിരിക്കും. കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി, പഞ്ചമി, ആ ഒരു സമയമില്ലേ, ആ ഒരു സമയമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അവസരം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസരം വരുന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥിതിയെ ആദ്യം മനസ്സിലാക്കുക. ഏത് സ്ഥിതി, കൃഷ്ണപക്ഷമാണോ ശുക്ലപക്ഷമാണോ നോക്കുക, ചതുർത്ഥി, പഞ്ചമി, ആ ഒരു സ്ഥിതിയെ നോക്കുക നിങ്ങൾ. അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു അവസരത്തെ നിങ്ങൾ സ്വീകരിക്കുക. ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ചതുർത്ഥിയുടെയും പഞ്ചമിയുടെയും ഇടയിൽ വരുന്ന ആ ഒരു അവസരം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു അവസരമായിരിക്കും നിങ്ങളെ ഐസൊലേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും കൊണ്ടുവരുന്നത്. കൂടാതെ നിങ്ങൾ പാഷനേറ്റീവ് ആവും, നിങ്ങൾക്ക് സാഹസികത കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരം വരികയാണെങ്കിൽ അതിനെ വിട്ട് കളയരുത്. ആ ഒരു അവസരം നിങ്ങൾ സ്വീകരിച്ച് എന്തെങ്കിലും ചെയ്യുക. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഊർജം ഒരു ജ്വാലാമുഖി പോലെ വിസ്ഫോടിതമാകുന്നതാണ്. ആ ഒരു ഊർജം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയും നിങ്ങളുടെ ആ ഒരു പരിശ്രമങ്ങൾക്ക് ഒരു റിവാർഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ഉറപ്പായിട്ടും നടക്കുന്നതാണ്. എന്തെങ്കിലും ഉപായങ്ങൾ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപായങ്ങളും നിങ്ങൾക്ക് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.